മതിപ്പ് കൂറിയ തമിഴ് മകൾ ശിവശങ്കരി, പ്രിയപ്പെട്ട സമദാനി, പ്രിയപ്പെട്ട MLA കുരുക്കോളി മൊയ്തീൻ സാഹിബ്, ശ്രീ നന്ദകുമാർ, ശ്യാമ, ഡോക്ടർ K. ശ്രീകുമാർ, പ്രിയപ്പെട്ടവരെ, വളരെ ഔപചാരികവും ആയ ഒരു ചെറിയ അധ്യക്ഷ പ്രസംഗമേ ഉള്ളൂ. MT നടത്തിയിരുന്ന അധ്യക്ഷ പ്രസംഗത്തെ ഓർത്താൽ എനിക്ക് വാക്കേ കിട്ടില്ല. എങ്കിലും നമുക്കിന്ന് ഈ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് ശിവശങ്കരിയാണെന്നുള്ളത് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഭാഷയെ സ്നേഹിക്കുന്നതിൽ ഭാഷാഭ്രാന്തെന്ന് പറയത്തക്കവണ്ണമുള്ള ഉയരത്തിലേക്ക് പോകുന്ന ഒരു ജനതയാണ് തമിഴ് ജനത. ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടമാണ്. ഭാഷകൾക്ക് മേൽ UGC ഉപയോഗിച്ചിട്ടും മറ്റും ചില ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ്. അതിനുശേഷം ആന്ധ്രയിൽ നിന്നും അതേ ശബ്ദം. ഇപ്പോൾ പഞ്ചാബിൽ നിർബന്ധിതമായിട്ടും CBSE സ്കൂളുകളിൽ വരെ പഞ്ചാബി പഠിപ്പിക്കണം എന്നവിടെ നിയമം പാസ്സാക്കുന്നു. നമ്മുടെ മലയാളം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശിവശങ്കരി നമ്മൾക്ക് വരുന്നത്. തമിഴുക്കും അമുതെன்று പേർ, അന്ത തമിഴ് ഇമ്പത്തമിഴ് എങ്കൾ ഉയിരിക്ക് നേർ. അപ്പോൾ തന്നെ അങ്ങനെ പാടിയവരാണ് തമിഴ്. ഉയിരിക്ക് നേർന്നവരാണ്. അപ്പോൾ ജീവനേക്കാൾ വലുതാണ്. ഞാൻ ജോലാർപേട്ട സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്യുന്ന കാലത്ത് ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഒരു വണ്ടി വന്ന് നിന്നു. ആ വണ്ടിയിൽ മീ വാ എന്ന് എഴുതിയിട്ടുണ്ട്, വലിയ അക്ഷരത്തിൽ. എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല, പക്ഷേ ഈ അക്ഷരം ഞാൻ പഠിച്ചു. തമിഴ് പോസ്റ്ററുകളും കടകളുടെ ബോർഡുകളും നോക്കിയാണ് ഞാൻ തമിഴ് പഠിച്ചത്. അപ്പോൾ ഈ മീ വാ എന്ന് എഴുതിയത് എന്താണെന്ന് ഞാൻ അടുത്ത ക്വാർട്ടേഴ്സിലെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മിൻസാര വാര്യം എന്ന് വെച്ചാൽ വൈദ്യുതി വകുപ്പ്. അവരാ വാക്കാണ് ഉപയോഗിക്കുന്നത്, മിൻസാര വാര്യം. നടമാടും ഓർത്തി എന്ന് താഴെ എഴുതിയിട്ടുണ്ട്, അർത്ഥം മൊബൈൽ യൂണിറ്റ് എന്നാണ്. കമ്പ്യൂട്ടർ എന്ന വാക്കിന് ആദ്യമായിട്ട് ഇന്ത്യൻ ഭാഷയിൽ കണനി എന്ന വാക്ക് തമിഴരുടെ സംഭാവനയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുപഠിക്കണം. നമ്മുടെ അയൽവക്കം, നമുക്കും ഉയിർക്ക് മേൽ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ച ആളാണ് MT. ഭാഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവിതം. നോവലാണെങ്കിലും കഥയാണെങ്കിലും യാത്രാവിവരണമാണെങ്കിലും സിനിമയാണെങ്കിലും ഭാഷയ്ക്ക് വേണ്ടി MTയുടെ സംഭാഷണം. പുസ്തകം വായിച്ചവർ എല്ലാവരുടെയും മനസ്സിൽ ഒരു MT ഉണ്ട്. പുസ്തകം വായിക്കാത്തവരുടെ മനസ്സിൽ സിനിമയിലെ MT ഉണ്ട്. അപ്പോൾ MTയുടെ ഭൗതിക സാന്നിധ്യം മാത്രമേ ഇവിടെ ഇല്ലാതുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ MT ജീവിക്കുന്നു, ഞങ്ങളുടെയും. അപ്പോൾ ആ കാര്യത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ജീവിക്കുന്ന MT തരുന്ന ഊർജമാണ് നമുക്ക് ഈ പ്രസ്ഥാനം, MTയുടെ സ്വപ്നാവിഷ്കാരമായ ഈ തുഞ്ചൻ പറമ്പ് എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. ഭാഷയെക്കുറിച്ച് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പ്രസ്താവന നടത്തിയത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 40ഓളം വിദ്യാഭ്യാസ വിദഗ്ധരും സാധാരണക്കാരും സംവാദം ലേഖനങ്ങൾ എഴുതുകയും ചെയ്തൊരു വിഷയമാണ് മലയാളം പഠിപ്പിക്കുന്ന കാര്യം. മലയാളം SSLC A+ മുഴുവൻ പാസ്സായ കുട്ടിക്ക് പോലും ശരിക്ക് വായിക്കാൻ അറിയാമോ എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എനിക്കറിയാവുന്ന കാര്യമാണ്. ശ്യാമ ടീച്ചറാണ്, ഞങ്ങളുടെ മകൾ ടീച്ചറാണ്. 10ാം ക്ലാസ്സിൽ എഴുതിയ ആൻസർ പേപ്പറുകൾ ഞാൻ നോക്കാറുണ്ട്. ഇപ്പം പനാന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ പാന്ന് മാത്രം എഴുതിയാൽ 50% മാർക്ക് കൊടുക്കാമോ? പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തീർച്ചയായിട്ടും ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. വായനയ്ക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ സമയത്തും വാല്യൂ ചെയ്യണമെന്ന് പറയുന്നു. അപ്പം നമുക്കുള്ള അഭ്യർത്ഥന, 4ാം ക്ലാസ് കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും അറിയാമായിരിക്കണമെന്നും ആ കുട്ടിക്ക് കൂട്ടി വായിക്കാൻ അറിയാമായിരിക്കണമെന്നും മാത്രം ഉറപ്പുവരുത്തിയാൽ ഒരു പ്രശ്നവുമില്ല.
ആ കുട്ടി വായിച്ച് പഠിക്കും. അത് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ അധികാരികളുടെയും ചുമതലയാണ്. പ്രൈമറി സ്കൂൾ 4ാം ക്ലാസ് കിടക്കണം, 7ാം ക്ലാസ് കിടക്കുമ്പോൾ നിശ്ചയമായിട്ടും അങ്ങനെ പോലും വായിക്കാൻ അറിയാത്ത കുട്ടികളെയാണ് MN വിജയൻ മാഷറേയും അഴീക്കോട് മാഷറെയൊക്കെ പ്രബന്ധങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാഠ്യപദ്ധതി തിരഞ്ഞെടുക്കുന്ന ആളുകളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഭാഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതിസന്ധിയുടെ ഒരു കാര്യം മാത്രം ഞാൻ പറയുക ചെയ്തത്, നമുക്ക് പ്രചോദനം തരാൻ നമുക്ക് ശിവശങ്കരിയുണ്ട്, നമ്മുടെ തമിഴ്നാട് മക്കളുണ്ട്. ഞാൻ കരുണാനിധിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, കരുണാനിധി അണ്ണാദുരയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. 10 വർഷം തമിഴ്നാട്ടിൽ ജോലി ചെയ്തതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ കേരളത്തിൽ മലയാളത്തിൽ ഒറ്റ ബോർഡ് പോലും ഇല്ലാത്ത ഒരു ഗ്രാമം ഞാൻ കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ എല്ലാ ബോർഡിൻ്റെയും ആദ്യത്തെ വരി തമിഴായിരിക്കണം എന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അത് മൗലികാവകാശത്തിൽ പെടുമോ? ആദ്യത്തെ വരി മലയാളത്തിൽ, 2ാമത്തെ വരി ഇംഗ്ലീഷിൽ. കാരണം ഇതൊരു നഗരമാണ്, ടൂറിസ്റ്റ് നഗരമാണ് കേരളം മുഴുവനും എടുത്താൽ ടോട്ടലി ഇറ്റ്സ് എ സിറ്റി. അപ്പോൾ അത്രയും ഒരു കാര്യം, മലയാളത്തിൽ ബോർഡ് വേണം. ഞാൻ ഈ മലയാള ഐക്യവേദിക്കാർ ആവശ്യപ്പെട്ടത് പ്രമാണിച്ച് തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിൽ ഒരു കടയുടെ മലയാളത്തിലുള്ള ബോർഡ് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഒരു 10-15 വർഷം മുമ്പ്. പക്ഷേ ഒരു കാര്യവുമില്ല, ഇപ്പോഴും നമ്മുടെ ബോർഡുകളെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ബസ്സിൻ്റെ ബോർഡ് മലയാളത്തിലാണല്ലോ എഴുതുന്നത്. എന്താണ് കാരണം? ജനങ്ങൾ ബസ്സിൽ കയറണം, അതുപോലെ ഈ ഭാഷയിൽ കയറണം. നിളാനദി വറ്റുന്നതിനെക്കുറിച്ച് ഏറ്റവും ദുഃഖിച്ച ഒരാളാണ് MT. MTയുടെ പല അഭിമുഖത്തിലും അതുണ്ട്. നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നുണ്ട്. നിള എന്ന പുൽവനം ആണ് നമ്മൾ കാണുന്നത്. പിന്നെ പാലൈവനം തന്നെ ഡെസേർട്ടിന് ചൊല്ലുന്നത് മരുഭൂമി. പക്ഷേ ആ നിളാനദി മെലിഞ്ഞൊഴുകുമ്പോഴും മലയാളിയുടെ മനസ്സിൽ MTയുടെ സാഹിത്യമെന്ന നിളാനദി കരകവിഞ്ഞൊഴുകുകയാണ്. അത് മതി നമുക്ക്. എന്നേക്കും MT നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.